Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ലിക്വിഡ് ഗ്ലൂക്കോസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ വീട്ടിൽ കേക്കിന് വേണ്ടിയിട്ട് ഫോണ്ടൻ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ ലിക്വിഡ് ഗ്ലൂക്കോസ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ലിക്വിഡ് ഗ്ലൂക്കോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്രയാണോ പഞ്ചസാര എടുക്കുന്നത് അതിൻ്റെ പകുതി വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ 1 കപ്പ് പഞ്ചസാരക്ക് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഉപ്പ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് 1 ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് സ്ട്രിങ് കൺസിസ്റ്റൻസി കിട്ടണ വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കണം. അതായത് നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നൂല് പരുവത്തിൽ കിട്ടില്ലേ, ആ ഒരു കൺസിസ്റ്റൻസി ആവണ വരെ നമുക്കിത് തിളപ്പിച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ നൂൽ പരുവത്തിൽ നമുക്കിത് കിട്ടണം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂട് പോയാൽ കുറച്ചും കൂടി കട്ടിയായിട്ട് വരും. ഇനി ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു മാർഗ്ഗം കൂടി ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെള്ളം ഒരു ബൗളിലോ ഗ്ലാസ്സിലോ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഈ ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഇറ്റിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇറ്റിച്ചിട്ടുള്ള ഈ ഷുഗർ സിറപ്പ് അതിൽ നിന്ന് ഇങ്ങനെ വേറിട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഈ വെള്ളത്തിൽ നിന്ന് നമുക്കിങ്ങനെ വേറിട്ടിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് വിട്ടപ്പോൾ കുറച്ചും കൂടി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ലിക്വിഡ് ഗ്ലൂക്കോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.